ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മഴ എന്ന് പറയുമ്പോൾ മഴയെ സ്നേഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ. അതുപോലെ തന്നെ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്, അത് ആസ്വദിക്കാനും കാണാനുമായിട്ടൊക്കെ. അപ്പോൾ മഴയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ആസ്വദിച്ചൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതങ്ങനെ തന്നെയായിരിക്കും എല്ലാവർക്കും. അപ്പോൾ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ഞാനിന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു 3/4 കിലോളം വരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതോടൊപ്പം 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം, ഈ മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചു വരാനായിട്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പൊടിച്ചെടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ 2 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 3-4 ഗ്രാമ്പു, പിന്നെ ഒരു തക്കോലം മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അതിൽ നിന്ന് 2 എണ്ണം ഇങ്ങനെ ഈ 2 കഷ്ണം ഒടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത്ര ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ 4-5 കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഇത്രത്തോളം വരുന്ന ഇഞ്ചിയുടെ കഷ്ണം ചതച്ചെടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ 2 പച്ചമുളകും കൂടി ചതച്ചെടുക്കുന്നുണ്ട്. ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, കാരണം ഈ ഒരു പച്ചമുളകിന് നല്ല എരിവ് കൂടുതലാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അത് 2 വിസിൽ കേട്ട് കഴിയുമ്പോൾ ഇതിൽ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ആ വെള്ളം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി കുക്കറൊന്ന് മൂടി വെച്ചിട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വിസിലൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അതിൽ നിന്ന് 2 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ചാറ് നമ്മൾ ചിക്കൻ കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ചിക്കൻ വറുത്തുകൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ ചിക്കനും വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സവോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 3 സവോള നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കനിൽ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എത്രത്തോളം വേണമെന്നനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 3 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ സവോള ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആ ഒരു തക്കാളി വെന്തിട്ട് വരും. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 2 ടീസ്പൂണോളം ഉണ്ടാവും. അപ്പോൾ ഇത് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പച്ചക്കുത്തൽ മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഗരം മസാലയുടെ കൂട്ട് 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു മണം മാറുന്നത് വരെ, പച്ചക്കുത്തൽ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. മസാലക്കൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തപ്പോൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് വരണം. അതിനുശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം.
അപ്പോൾ എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുള്ളതുപോലെ തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഇറച്ചി പകുതി വേവായതാണ്, അതുകൊണ്ട് ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം മൂടിയെടുത്ത് മാറ്റാം. എന്നിട്ടും ഇതിൽ ചാറ് പോലെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഗ്രേവിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ മൂടി മാറ്റിയതിന് ശേഷം ഇങ്ങനെ തന്നെ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഈ ചാറിൽ കിടന്നിട്ട് നന്നായിട്ട് വറ്റി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചിക്കൻ കറിക്ക് ഉണ്ടാവുക. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു ചിക്കൻ കറി ബിരിയാണിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.